ദൈവവിളിയുടെ വേരുകൾ. ചില ഗുരുസാന്നിധ്യങ്ങൾ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടും. യുവാവായ ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ലയോളയുമായി മുഖാമുഖം നിന്നപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചു. ബിഷപ്പ് അംബ്രോസിൻ്റെ ഗുരുമുഖത്ത് വന്നപ്പോൾ അഗസ്റ്റിനിലേക്ക് വിശുദ്ധിയുടെ കാറ്റ് വീശി. ഷീൻ എന്ന വിദ്യാർത്ഥി തൻ്റെ ഇടവക വികാരിയുമായി സന്ധിച്ചപ്പോൾ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സമർപ്പിത വിളിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പുതുനാമ്പുകളെ പ്രേരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സമർപ്പണ ജീവിതത്തിൻ്റെ പൂർണ്ണത അന്വേഷിക്കുന്ന വൈദികരും സന്യസ്തരുമാണ്. ഗുരുതുല്യങ്ങളായ സമർപ്പിത സാന്നിധ്യങ്ങളുടെ മുൻപിൽ ഇരുമ്പ് കാന്തത്തിലേക്ക് എന്നതുപോലെ പുതുതലമുറ ആകർഷിക്കപ്പെടും. ശിഷ്യരുടെ കാലവും കാഴ്ചപ്പാടും മാറും, അവർ വഴി ഒപ്പമുള്ള സമൂഹത്തിൻ്റെയും. ക്രിസ്തുവിൻ്റെ സമർപ്പിത വിളിക്ക് പിൻഗാമികളെ ആഗ്രഹിക്കുന്ന വൈദികരും സന്യസ്തരും എന്തുമാത്രം ഇന്നുണ്ട്. തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ സാഫല്യമായി സമർപ്പിത വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ക്രിസ്തു ശിഷ്യരെ സമ്പാദിക്കുവാൻ എന്തുമാത്രം ഇന്നത്തെ വൈദികർക്കും സന്യസ്തർക്കും കഴിയുന്നുണ്ട്. ശുശ്രൂഷകൾക്കിടയ്ക്ക് ഒരുവനെ പോലും ആകർഷിക്കാൻ കഴിയാത്ത രീതിയിൽ മാധുര്യവും വിലയും കുറഞ്ഞതാണ് തൻ്റെ ജീവിതമെന്ന് കരുതുന്നവർ ഉണ്ടാകുമോ? പുതുതലമുറയുടെ കാലത്തെയും ബോധത്തെയും സ്വാധീനിക്കുവാൻ സമർപ്പിത സാക്ഷ്യങ്ങൾക്ക് ചൂടും ദർശനങ്ങളും ഉണ്ടാകുക എന്നതാണ് പ്രധാനം. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് മുന്നിൽ പുഞ്ചിരിയും കളിമാക്കും പ്രാർത്ഥനയും ചാമ്പക്കയുമായി കാത്തിരുന്ന അൽഫോൻസാമ്മയ്ക്ക് ഉത്തരാധുനിക പിന്മുറക്കാരെ ഇന്ന് ആവശ്യമുണ്ട്. തീർച്ചയായും ചാമ്പയ്ക്കയ്ക്ക് ബദലുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വചനപ്രഘോഷണ വഴികളിൽ, കാറ്റക്കിസം ക്ലാസ്സുകളിൽ, കുടുംബ സമ്മേളനങ്ങളിൽ, അനുദിന ഇടവക ബലികളിൽ, അൾത്താര സംഘങ്ങളിൽ, ഭക്തസംഘടനകളിൽ, സ്കൂൾ മുറ്റങ്ങളിൽ, കലാലയങ്ങളിൽ നിരന്തരം പ്രചോദനാത്മകമായി കാണപ്പെടുന്ന സമർപ്പിത സാന്നിധ്യങ്ങളെയാണ് ഇന്ന് ആവശ്യം. അതിന് തടസ്സം വരുത്തുന്ന ആധുനിക സമർപ്പിത ശുശ്രൂഷകളുടെ തിരക്കുകൾ എന്തുതന്നെയായാലും അത് സമർപ്പിത വഴിയിലെ പുതുനാമ്പുകളെ തുടച്ചു നീക്കും. ദൈവവിളി എന്ന് കേൾക്കുമ്പോൾ അതിനെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളിയായി മാത്രം കാണുന്ന ഒരു പൊതുബോധം ഇന്ന് നിലവിലുണ്ട്. മറ്റേത് വിളിയേക്കാളും സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി ഒരുപാട് ഉയർന്നത്, ബഹുമാനിക്കപ്പെടുന്നത്, മഹത്വമേറിയത് എന്ന രീതിയിൽ ഇന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വിളിയിലെ വിവേചന പ്രക്രിയയെ ബാധിക്കും. തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിശുദ്ധിയുടെ മാലാഖയിടമാണ് ഇതെന്ന തോന്നൽ ഇത്തരം പൊതുബോധങ്ങൾ സൃഷ്ടിക്കാം. മഠത്തിലോ സെമിനാരിലോ ചേർന്നാൽ പിന്നെ പിൻവാങ്ങാൻ പറ്റാതാകുന്ന പരിസരമുണ്ടാകുന്നതും സമർപ്പിത ജീവിതത്തിന് അമിത വർണ്ണമോ ഭാവമോ നൽകുന്നതുകൊണ്ടാണ്. പരിശീലനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇടവരുന്നത് കുറവായി കാണുന്നവർ ഇന്നുമുണ്ട്. ജീവിതാവസാനം വരെ അതിൻ്റെ പഴിയും പേരും കേൾക്കേണ്ടി വരുന്നവരുമുണ്ട്. എല്ലാ വിളികളെയും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള തുല്യ വഴികളായി കാണാൻ സാധിക്കുന്നത് കുറേ കൂടി സ്വാതന്ത്ര്യത്തോടെ തീരുമാനമെടുക്കുവാൻ പുതുതലമുറയെ സഹായിക്കും. പയസ് 10 മാർപ്പാപ്പ ബിഷപ്പായതിനു ശേഷം അമ്മയെ സന്ദർശിക്കുമ്പോൾ അമ്മ ബിഷപ്പിൻ്റെ മോതിരം മുത്തുന്നു. എന്നിട്ട് വിവാഹമോതിരം കാണിച്ച് കളിയായി പറയുന്നു, എൻ്റെ ഈ മോതിരം ഉണ്ടായതുകൊണ്ടാണ് നിനക്ക് ഈ മോതിരം അണിയാൻ ഭാഗ്യമുണ്ടായതെന്ന്. നല്ല വിവാഹ ജീവിതം പൗരോഹിത്യത്തെയും നല്ല പൗരോഹിത്യം വിവാഹ ജീവിതത്തെയും താങ്ങി നിർത്തുന്നു. കാരണം ഈ വിളികൾ രണ്ടും ദൈവത്തെ പ്രതി വ്യക്തികൾ ഏറ്റെടുക്കുന്ന വിശ്വസ്തതയുടെ കഥയാണ്. സമർപ്പിത വിളികൾ ശോഷിക്കുന്നിടത്ത് വിവാഹ ജീവിതത്തിനകത്തെ ഉൾക്കാമ്പുകളും ശോഷിക്കുന്നു എന്ന് വരുമോ? മമ്മ മാർഗ്രറ്റ് ഡോൺ ബോസ്കോയെ രൂപപ്പെടുത്തിയതും ലൂയി മാർട്ടിനും സെലിൻ മാർട്ടിനും കൊച്ചു ത്രേസ്യയ്ക്ക് വഴിയൊരുക്കിയതും കുടുംബത്തിലാണ്. ദൈവം നൽകുന്ന വിളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വീടുകളിൽ തന്നെ മരിക്കും. സാക്ഷ്യങ്ങളെക്കാൾ പ്രലോഭനങ്ങൾ കൊണ്ട് പുതുവിളികളെ ആകർഷിക്കാനുള്ള കാപട്യം നമുക്കുണ്ടോ? വെളിയില്ലാത്തവരെ ആകർഷിച്ചകത്ത് കയറ്റുന്ന ഏത് തന്ത്രവും പ്രലോഭനമാണ്. പ്രോത്സാഹനം പ്രലോഭിപ്പിക്കലാകരുത്. അർത്ഥികൾക്ക് വിദേശ രാജ്യവാസവും പഠന സാധ്യതകളും സ്ഥാപന ജോലി സാധ്യതകളുമൊക്കെ മുൻനിർത്തി ക്യാമ്പുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ പിഴയ്ക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ ആത്മാവാണ്. യേശുവിനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം അറിയിക്കാനുമാണ് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് വിളിയുടെ ഉൾക്കാമ്പ്.